ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഓലക്കുട്ടൻ്റെ വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പം വേറൊന്നല്ല, സർവീസ് കഴിഞ്ഞ് വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ തന്നെ ഒരു വ്യത്യാസമില്ല. കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും സിസ്റ്റം ഇഷ്യൂ അതേപോലെ തന്നെ കാണിച്ചു. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഴ്ച ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ കാര്യങ്ങളൊക്കെ ഓടിച്ചു, ഒരു 60 70 80 അതിൽ മേളിലൊക്കെ സ്പോർട്സ് മോഡൊക്കെ ഇട്ട് ഓടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ വീണ്ടും ഒരു ദിവസം ഇതുപോലെ തന്നെ റീജനറേഷൻ ആയപ്പോൾ വണ്ടി വീണ്ടും സിസ്റ്റം ഇഷ്യൂ തന്നെ കാണിച്ചു. അപ്പം ഞാൻ കുറെ ആലോചിച്ചിട്ട് ഒരു കാര്യം ചെയ്തു. വേറൊന്നല്ല, വണ്ടിയുടെ ഈ റീജനറേഷൻ ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തു. റീജനറേഷൻ ഫുള്ളായിട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ ഒന്ന് ഫ്രണ്ടിലേക്ക് കാണിച്ച് കഴിഞ്ഞാൽ റീജനറേഷൻ വരും. അതല്ലാതെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ആക്സിലേറ്റർ വിടുമ്പോൾ ഒരു പിടുത്തം വരുമല്ലോ, ആ പിടുത്തില്ല. അത് ഓഫ് ചെയ്തപ്പോൾ ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള റീജനറേഷൻ ഞാൻ ഓഫ് ചെയ്തപ്പോൾ ആ കംപ്ലൈൻറ്റ് ഇല്ല. പിന്നെ വീണ്ടും സിസ്റ്റം ഇഷ്യൂ കാണിക്കുകയെന്ന് പറഞ്ഞാൽ വണ്ടി നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചാർജർ ഊരി കഴിഞ്ഞിട്ട് ചാവിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സിസ്റ്റം ഇഷ്യൂ കാണിക്കും. എപ്പോഴും ഇല്ല, ഒരു ചിലപ്പോൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്തിട്ട് പിന്നത്തെ പ്രാവശ്യം ഉണ്ടാവില്ല, പിന്നെ അടുത്ത പ്രാവശ്യം ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിനെനിക്ക് വേറെ പരിഹാരമായിട്ട് കാണാൻ പറ്റുന്നത് പറഞ്ഞാൽ അങ്ങനെ സിസ്റ്റം ഇഷ്യൂ കാണിക്കുമ്പോൾ ചാവി ഓഫ് ചെയ്ത് പോവുക. ഒരു മണിക്കൂർ 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട് ജസ്റ്റ് ചാവി ഓൺ ആകുമ്പോൾ അത് വരുന്നില്ല. അപ്പം ഞാൻ ഇതും കൊണ്ട് ഫുള്ള് നടക്കുന്നില്ല. സംഭവം ഞാൻ അവിടെ ഓലയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. മറ്റേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് എന്താ പറയുക, വീണ്ടും ഇതിനുള്ള പരിഹാരം എന്താണെന്ന് നോക്കണം. ഇപ്രാവശ്യം എന്തായാലും ഞാൻ പോയി തല്ലുണ്ടാക്കും, ആ രീതിയിൽ തന്നെ ഉദ്ദേശിച്ചേക്കുന്നത്. വേറെ ഒന്നല്ല, ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ്. ഇപ്പോൾ 3 പ്രാവശ്യം ഈ സെയിം ഇഷ്യൂ ആയിട്ട് പോയി വന്നു. 4ാമതും ഇതും കൊണ്ട് പോകുന്നു. അവർക്ക് നാണാവുന്നില്ല, എനിക്ക് നാണായിട്ട് വയ്യ. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം എന്തായാലും ഞാൻ അവിടെ വെച്ച് കാണണം. പിന്നെ മെയിനായിട്ട് തൃശ്ശൂർ കുരിയച്ചിറയിലുള്ള അവരുടെ സർവീസ് സെൻറ്റർ കുറേ നാളായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വണ്ടി എടുക്കാൻ ചെല്ലണ സമയത്ത് ഗേറ്റിൻ്റെ അവിടെ ഇപ്പോൾ വേറെ പുതിയ വണ്ടികൾ എടുക്കുന്നില്ല, അവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ക്ലോസ് ആക്കി എന്നുള്ള രീതിയിലാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. ചോദിച്ചപ്പോൾ പറഞ്ഞു പോലീസുകാർ ആരൊക്കെ വെച്ചിരുന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു. വണ്ടിക്കാരൻ കേട്ടോ, നമ്മളെ പോലുള്ള വണ്ടിക്കാരനെ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അത്രയും വണ്ടികളുണ്ട്, 200-250 വണ്ടികളുണ്ടെന്ന് തോന്നുന്നില്ല. അത് തീർത്തിട്ട് ഇനി വണ്ടി വേറെ എടുത്താൽ മതി എന്നുള്ള രീതിയിൽ പോലീസുകാർ ഒന്ന് പറഞ്ഞപ്പോൾ അവരങ്ങനെ ബോർഡ് വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വണ്ടി അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസം ആവുന്നുള്ളൂ. പിന്നെ ആ ബോർഡ് എടുത്ത് മാറ്റിയൊന്നും അറിയില്ല. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ഇനി എന്നാ ഫ്രീ ആവണമെന്ന് വെച്ചാൽ ഒന്ന് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടും കേട്ടോ. ഈ CJP പോലെയുള്ള നമ്മൊരു ഓലാരെ ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് ഒരു അത്യാവശ്യം തോന്നുന്നുണ്ട്. ഓലക്കാർ നല്ല പണിയാണ് തരുന്നത്. പുതിയ വണ്ടി എടുക്കുന്നവരോട് എനിക്ക് ആകെ പറയാനുള്ള ഒരു കാര്യമാണ്, ആരും വണ്ടി എടുക്കരുത്. നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രാൻഡ് നോക്കുക. ഈ വണ്ടി എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ ബൈ.